സി കെ ഷാക്കിർ ഇന്നലെ രാത്രി ലീഗിന്റെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പ് നടന്നിരുന്നുവല്ലോ അല്ലേ? അങ്ങനെ ഒരു സമവായം ഉണ്ടായതിനു ശേഷം എന്തു പറ്റി അൻവറിന് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ലീഗ് ഇടപെട്ടിട്ടും എന്തുകൊണ്ട് അൻവർ സതീശിനെതിരെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് അത് മുന്നണി നേതൃത്വത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. എന്നിട്ടും അൻവറിന്റെ പുറകെ നടക്കുകയാണോ? ഇല്ല, നമ്മൾ ഈ നേരത്തെ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ചർച്ചയെ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് അങ്ങനെ കാണേണ്ടതില്ല. അവിടെ UDF എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു ഘടകകക്ഷികളുമാണ്. കോൺഗ്രസിന്റെ UDFന്റെ സീറ്റാണ് നിലമ്പൂരിൽ കാലങ്ങളായി കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് ജയിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അൻവറിനോട് ജയിക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായും അൻവർ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ശേഷം പിണറായി വിജയനുമായി അല്ലെങ്കിൽ LDFുമായി തർക്കമുണ്ടാക്കി ഈ അവസാന വർഷം പുറത്തു വന്നിട്ട് അദ്ദേഹം ഈ MLA സ്ഥാനം രാജിവെച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ആ നിയോജകമണ്ഡലത്തിൽ വിലയുണ്ടാകും. ആ വില സ്വാഭാവികമായും CPM-ന് അകത്തു നിന്നുള്ള ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളുടേതാണ്. അതുകൂടി UDF-ലേക്ക് വന്നാൽ പ്രത്യേകിച്ചും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഈ പിണറായി വിജയന്റെ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ആ രീതിയിലുള്ള ഒരു പങ്കാളിത്തം മറ്റു ആളുകൾക്ക് കൂടി ഉണ്ടാകുന്നത് ഗുണകരമാണ് എന്നുള്ളതാണ് UDF-ലെ പ്രധാനപ്പെട്ട ആളുകളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അനുകൂലിച്ചാലോ പ്രതികൂലിച്ചാലോ UDF അവിടെ പരാജയപ്പെടുമെന്നുള്ള ഒരു ആശങ്കയും UDF-നില്ല. എന്നാൽ അൻവറിനെ പോലെയുള്ള ആളുകളൊക്കെ കൂടെ നിന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയും. മാത്രവുമല്ല, പിണറായി വിജയന്റെ ഈ ദുർഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്ന ഇടതുപക്ഷ MLA ആണ് PV അൻവർ. ആ അൻവറിനെ കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പാളയത്തിൽ എത്തിച്ചാൽ അത് കേരളീയ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കും എന്ന് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുഖത്ത് ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ ഈ നിലമ്പൂരിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പിണറായി വിജയന്റെ 9 വർഷത്തെ ഭരണമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ രാഷ്ട്രീയമായി ചർച്ച നടക്കട്ടെ. പക്ഷെ നിങ്ങളാണ് ഈ അനാവശ്യമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്, ഈ അൻവർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളാണ്. അല്ല, ആര് പറഞ്ഞു? അല്ലല്ല, നിങ്ങൾ ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ചയെ ഉണ്ടാകുമായിരുന്നില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടും നിർണായകമാണ്. ഒരു വോട്ടിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി 2 തവണ MLA ആയ നിലവിലെ MLA ആയിരുന്ന ഒരു വ്യക്തി ഈ UDF-നകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കേരളീയ സമൂഹത്തിന് ഒരു പുതിയ നല്ല സന്ദേശം നൽകുമെന്നാണ്. കാരണം അകത്തു നിന്നുള്ളവനാണ്. UDF ഭരണത്തിലെത്തിയാൽ മന്ത്രിയാകണമെന്നുള്ള ഒരു ആഗ്രഹം പുലർത്തുന്ന വ്യക്തി, അതിനുവേണ്ടിയുള്ള ഉറപ്പ് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ മുട്ടുമടക്കുന്നത്. അത് ലീഗാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ഈ വ്യക്തിക്ക് വേണ്ടി UDF വഴങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അത്ര ശക്തമായിട്ടുള്ള ഒരു ആവശ്യമൊന്നും ഉന്നയിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ മഞ്ജുഷിന്റെ വ്യാഖ്യാനത്തിന് അത് ഏതെങ്കിലും പാർട്ടിയുടെ പിറകിൽ വെക്കണ്ടേ? സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു മുന്നണിയും പാർട്ടികളും ഒക്കെയാണ്. നിങ്ങൾ യഥാർത്ഥം ഇന്ന് എന്താ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്? ഞാൻ എന്റെ അഭിപ്രായത്തിൽ കേരളീയ സമൂഹം കാത്തിരിക്കുന്നത്, നിലമ്പൂരിലെ വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത്, കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാന ഘടകകക്ഷി മത്സരിക്കുന്ന ഒരു സീറ്റിൽ ഇത്ര ദിവസമായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും രാത്രിയും പകലുമൊക്കെ ചൂട്ട് കത്തിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ. അപ്പൊ അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതല്ല, മാധ്യമങ്ങളെ കുറ്റം പറയരുത് അതിനകത്ത്. നിങ്ങൾ ഈ അൻവർ എന്ന് പറഞ്ഞ അയാളുടെ പുറകെ നടക്കണകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. LDF-ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുമുണ്ട്. അല്ലല്ല, അതേ സമയത്ത് നിങ്ങൾ ഈ അൻവറിന് വേണ്ടി അൻവർ വന്നാലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നതാണ്. കഷ്ടമാണത്. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുകയും ചർച്ച നടത്തുകയും ചെയ്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആക്ഷേപിക്കുന്ന PV അൻവറിനെ വിളിച്ചിരുത്തി സൽക്കരിക്കുവാൻ PK കുഞ്ഞാലിക്കുട്ടിക്കൊന്നും ഒരു മടിയുമില്ല. ഇന്നലെ രാത്രിയും ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയല്ലോ. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പറയാൻ സമ്മതിക്കും. ഒരു മിനിറ്റ്. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് സ്വാഭാവികമായും നമ്മൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് തേടിയ വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോസസ് നടക്കുന്നുണ്ട്. ആ മുന്നണിയിലെ നേതാക്കന്മാരും പ്രവർത്തകരും മറ്റു തരത്തിൽ ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ മുന്നണിക്ക് അനുകൂലമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് വിധി എഴുതാൻ സാഹചര്യമൊരുക്കും. അത് ജനാധിപത്യ മര്യാദയല്ലേ? പ്രത്യേകിച്ചും അൻവർ എന്ന് പറയുന്നത് ആരാണ്? CPM 2 തവണ കേരള നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചയാളാണ്. അദ്ദേഹമാണ് ഇപ്പൊ പിണറായി വിജയന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുവായി ഈ ദുർഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തോട് ചർച്ച നടത്തുന്ന പാതകമാണ്.
അതല്ല, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷം ഒരു MLA ഉണ്ടായിരുന്നില്ല എന്നുള്ളത് UDFന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണ്. അതുകൊണ്ട് അല്ലല്ല, അപ്പൊ അൻവറിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മുദ്രാവാക്യം മാറ്റി വെക്കേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെയുള്ള അണികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുൻപും അണികൾ പറഞ്ഞത് അങ്ങനെയാണ്. അൻവറിനെ കുറിച്ചാണ്, അൻവറിനെതിരെയാണ് അവർ സംസാരിച്ചത്. അല്ല, അൻവറിനെതിരാണ്. ഈ കഴിഞ്ഞ 9 വർഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ പരാജയമാണ്, സംശയമില്ലല്ലോ. അതിലാർക്കും സംശയമുണ്ട്? അത് PV അൻവറിന്റെ പരാജയം കൂടിയാണ്. അല്ല, PV അൻവർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയമാണ്. അത് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം UDF നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പരാജയം ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി ശ്രീ ആരാധൻ ഷൗക്കത്ത് പറഞ്ഞല്ലോ, എന്റെ പിതാവ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ, പുതിയ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ ഈ ഐക്യജനാധിപത്യ മുന്നണി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ എന്താണ്? ഇവര് പരാജയം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ഇന്നലെ ഇതേ ചർച്ചയിൽ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് ന്യൂസ് 18 പോലെയുള്ള ചാനൽ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ ആരാണ് ചർച്ചയ്ക്കെടുക്കുന്നതല്ലേ? നിങ്ങൾ നോക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുറമുഖം, കേരളത്തിലെ 6 സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ഈ ജനസമ്പർക്ക പരിപാടി, ഇങ്ങനെ ഒടുവിലത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. എന്നാൽ ഈ ഗവൺമെന്റ് 9 വർഷമായി ഒരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്ന് ബലദേവ് സച്ചിദാനന്ദൻ LDFന്റെ ഒരു സ്ഥാനാർത്ഥി